ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണ് നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര സങ്കടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ പച്ചക്കറിയിലേക്ക് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ഉമ്മാൻ്റെ പച്ചക്കറി എല്ലാം പോയി കേട്ടോ, ഒന്നുമില്ല. എന്താണെന്നറിയില്ല, ജപ്പാൻ വെള്ളം പൊട്ടിയിട്ട് പൊന്തി വന്നതാണോ എങ്ങനെയെന്നറിയില്ല കേട്ടോ. വെള്ളരിയും എല്ലാം പോയി. താലോലി അത്രയേ ഉള്ളൂ, ആകെ ഉള്ളത് വെള്ളരിയാണ്. വെള്ളരിയിലെല്ലാം പോയി കേട്ടോ. ഉമ്മക്ക് ഭയങ്കര സങ്കടം. ഉമ്മക്കല്ല, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ സങ്കടമാകുന്നു കേട്ടോ. കായൊക്കെ പിടിക്കാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് കേട്ടോ പോയത്. കുഞ്ഞു കുഞ്ഞു കായൊക്കെ ഉണ്ട്. ഇപ്പം ജപ്പാൻ വെള്ളം പൊട്ടിയിട്ട് അപ്പുറത്തെ കണ്ടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ഇതിന് മുന്നൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം അതിനപ്പുറത്തെ പ്രാവശ്യമൊക്കെ ഈ കണ്ടത്തിൽ നട്ടതാണ്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ജപ്പാൻ വെള്ളം പൊട്ടിയിട്ട് അപ്പുറത്തെ കണ്ടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ അപ്പുറത്തെ കണ്ടത്തിൽ നിന്ന് പറഞ്ഞ ശേഷം അടിയിൽ നിന്ന് ഈ കണ്ടത്തിലേക്കും ഇങ്ങനെ വെള്ളം കയറി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഉണങ്ങിയത്. പക്ഷേ ജപ്പാൻ വെള്ളം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും ഇങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്കുള്ള പുല്ലൊന്നും ഉണങ്ങിയില്ല. ഈ തൈ മാത്രമാണ് കേട്ടോ ഉണങ്ങിയത്. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ആക്കിയത്. കയ്യാണ്ട് പോയിട്ട് നോമ്പാകുമ്പോഴത്തേക്ക് എല്ലാം ആക്കി റെഡിയാക്കി വെക്കണം. പിന്നെ നോമ്പിൻ്റെ സമയത്ത് വെള്ളം ഒഴിക്കാനല്ലേ വേണ്ടു. അങ്ങനെ വെള്ളമിടലും മണ്ണ് കയറ്റലും ഇതൊക്കെ ഈ വെയിലത്ത് പോയിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടിയത് ഉമ്മക്ക് ഇങ്ങനെ കേട്ടോ. ഉമ്മ ഒരുപാട് പ്രാവശ്യം കേട്ടോ പച്ചക്കറി നടന്ന്. പക്ഷേ ഇപ്രാവശ്യം എന്താ ഇങ്ങനെ ആയിന്ന് അറിയില്ല. ഭയങ്കര സങ്കടം. മൊത്തം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ പച്ചക്കറിയൊക്കെ പറിച്ച് ലാസ്റ്റ് ഇങ്ങനെ ആവാറുണ്ട് കേട്ടോ. പച്ചക്കറിയൊക്കെ എല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് വള്ളി ഉണങ്ങുന്ന സമയത്ത് ആകുന്ന പോലെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ എന്തോ സങ്കടമാകുന്നു. പക്ഷേ ഈ കണ്ടത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പുറം തന്നെ 2-3 കണ്ടത്തിൽ നട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ ജപ്പാൻ വെള്ളം പൊട്ടിയിട്ട് അപ്പുറത്തെ കണ്ടത്തിലൊക്കെ വെള്ളം ഫുള്ള് കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് കിട്ടുന്ന ആ സൈഡ് ഉണ്ടാകുന്ന എല്ലാ കണ്ടാണ് കേട്ടോ ഉമ്മാൻ്റെ കണ്ടം. അതിന് ശേഷമാണ് അപ്പുറമാണ് മറ്റുള്ള കണ്ടൊക്കെ അവർ പച്ചക്കറിയൊക്കെ നട്ടത്. അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ആയെന്ന് വിചാരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പച്ചക്കറിയിലേക്ക് വെള്ളം ഒഴിച്ചതൊക്കെ ജപ്പാൻ വെള്ളം എടുത്തിട്ടാണ്. പക്ഷെ അത് എടുത്തെന്ന് വെച്ചാൽ എല്ലാ റമ്മ് കൊണ്ടുവച്ചിട്ട് മുന്നേ പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ വെള്ളം റമ്മിലേക്ക് ഒഴിച്ചിട്ട് രാവിലെയൊക്കെ റമ്മിലേക്ക് എടുത്ത് വെച്ചാൽ പിറ്റേന്ന് അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ജപ്പാൻ വെള്ളം ഒഴിച്ചിട്ടുമില്ല കേട്ടോ. പക്ഷേ ഇതെന്ത് ഇങ്ങനെ ആയി, ഭയങ്കര സങ്കടം. ഉമ്മ നട്ട കണ്ടത്തിൽ മാത്രമാണ് കേട്ടോ. താലോലി 4-5 താലോലി തൈ ഉണ്ടായിട്ടുള്ളൂ, അതും പോയി. ഭയങ്കര സങ്കടമാണ് കേട്ടോ ഉമ്മക്ക് മാത്രമല്ല എല്ലാവർക്കും, കാണുന്നൊക്കെ എല്ലാവർക്കും സങ്കടമാണ്. ഇത് പച്ചക്കറിയൊക്കെ പറിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആയ പോലെയുള്ള ഇപ്പം. അപ്പോൾ ഇതൊക്കെ കായൊക്കെ വരുന്നത്രേ. ഇനി ഇത് തേക്കുകയൊന്നും ചെയ്യില്ല. അത് ഫുള്ളായി ഉണങ്ങിപ്പോയി. ഇനി അപ്പുറത്തിലെ വെള്ളയൊക്കെ ഉണങ്ങിപ്പോകും കേട്ടോ. സങ്കടം വരെ കാണുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ ഞാൻ മുന്നേ പച്ചക്കറിയുടെ വീഡിയോ ഒക്കെ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുന്നത്തെ പ്രാവശ്യത്തൊക്കെ പച്ചക്കറി വീഡിയോ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ പച്ചക്കറി നട്ടതും അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വെണ്ടക്ക തൈയാണ് കേട്ടോ. അതൊക്കെ പോയി. ചീര കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ബാക്കിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 കുമ്പളത്തൈയും ഉണ്ട്, അതേ മെയിനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോയി. പിന്നെ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലമെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ കണ്ടത്തിൽ തന്നെ ഉമ്മ നട്ടത്. പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഈ പ്രാവശ്യം അങ്ങനെ എന്താണെന്ന് അറിയില്ല. ഉമ്മ അത്ര കഷ്ടപ്പെട്ടിന്, അതുകൊണ്ടാണ് ഉമ്മക്ക് ഭയങ്കര സങ്കടം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുവെള്ളം കയറിയതാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പുല്ലെല്ലാം പോകണ്ടേ. അത് ഉമ്മ പറയുന്നത് ഉപ്പുവെള്ളം കയറിയിട്ടായിരിക്കില്ല, ജപ്പാൻ വെള്ളം കയറിയതാണെങ്കിൽ. ഇതെന്താ സംഭവിക്കുന്നില്ല, ജപ്പാൻ വെള്ളം കയറിയിട്ട് പൊട്ടിയിട്ട് വെള്ളം കയറിയതാണെങ്കിലും ആ ഇടയ്ക്ക് പുല്ലൊന്നും കരിഞ്ഞിട്ടില്ലല്ലോ. ഈ തൈകൾ മാത്രമല്ലേ കരിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സങ്കടം കേട്ടോ. ഇതിപ്പോഴത്തെ കണ്ടത്തിലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അത് കുറച്ച് അപ്പുറത്താണ്, ഒരു വരമ്പ് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് പിന്നെ മറ്റുള്ള 2-3 കണ്ടത്തിൽ 4 കണ്ടത്തിൽ നട്ടത്. ഇപ്പോൾ ഉമ്മാരെ കണ്ടത്തിൽ കുറച്ച് ഒരുപാട് താണ്ടിട്ടൊന്നുമല്ല, നേരെ അപ്പുറത്ത് തന്നെ. പക്ഷേ ഫസ്റ്റ് ഉമ്മാരെ കണ്ടാണ് കേട്ടോ കാണുന്നത്, വെള്ളം കയറുന്ന സ്ഥലത്ത് കാണുന്നത്. മാഷാ അല്ലാഹ്, ഇവരിതൊന്നും ആവാതിരിക്കട്ടെ.
മറ്റുള്ളവരതും കൂടി ഒന്നും ആവാതിരിക്കട്ടെ. ഉമ്മാരി തന്നെ സങ്കടം കാണാമെങ്കിൽ ബാക്കിയുള്ളവർ കാണുമ്പോൾ അതുപോലെ തന്നെയല്ലേ. എത്ര കഷ്ടപ്പെട്ടിട്ട് നട്ടതാണെങ്കിലും എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ട് നട്ടതന്നെ. ആകെയുള്ളത് ഉമ്മ വെള്ളമൊഴിക്കുന്ന കുമ്പളത്തെയും ഈ ചീര മാത്രമേ ഉള്ളൂ.